പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ ജീവിതം നമുക്ക് എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ച് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ളവരെയും മറ്റുള്ളവരെയും നോക്കി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ളവരും അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കാർ അവരൊക്കെ ചിലപ്പോൾ നമ്മളെക്കാൾ കുറച്ച് ഉയർന്നു നിന്ന് ജീവിക്കുന്നവരായിരിക്കും. നമുക്ക് അവരെ പോലെ ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മളെ കയ്യിലുള്ള സാമ്പത്തികം വെച്ച് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കടവും അതുമൊക്കെ മേടിച്ച് അവർക്ക് വണ്ടി ഉണ്ടായിരിക്കും, കാര്യങ്ങളുണ്ടായിരിക്കും, വലിയ വീടുണ്ടായിരിക്കും. ഇതൊക്കെ മേടിച്ച് നമ്മൾ കടം മേടിച്ച് നമ്മൾ ഒരു വണ്ടി എടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ വീട് വെച്ച് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അവിടെ തീരുകയാണ്. അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പകുതി പൈസയെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം നല്ല രീതിയിൽ. വെളിയിൽ പോയി നിങ്ങൾ അമിത പലിശയ്ക്ക് പൈസ എടുത്ത് ബിസിനസ് തുടങ്ങരുത്. അതുപോലെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിന് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പൈസ എടുത്ത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ജോലിക്ക് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ ഒരിക്കലും ഒരു ജോലിയിൽ കയറരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതകാലം മൊത്തവും ആ ജോലി ചെയ്ത് ആ കടം വീട്ടാനേ കാണത്തുള്ളൂ. ഒന്നത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം മേടിച്ച് നമ്മളെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വിദ്യാഭ്യാസം ചെയ്യാൻ അവർക്കുള്ള മേളിൽ നമ്മളൊരു ഭാരം കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഈ വിദ്യാഭ്യാസം ചെയ്ത് അവർക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ മേടിച്ച ഈ പൈസ, അവർക്ക് വേണ്ടി മേടിച്ച പൈസ അവര് ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്ന എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്നും ഉണ്ടാവാത്ത നമ്മളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി കുറച്ച് സേവിങ്ങും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല വിജയം എന്ന് ഞാൻ പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വിഷയമായിട്ട് നാളെ നമുക്ക് കാണാം. ബൈ.